എല്ലാവർക്കും നമസ്തേ. ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഒരു പ്രധാന വാർത്തയുണ്ട്. ആ വാർത്ത ഇങ്ങനെയാണ്: ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ ദേവന് മുൻപേ മന്ത്രി അടക്കമുള്ളവർക്ക് വിളമ്പി, പരിഹാര നിർദ്ദേശവുമായി തന്ത്രി. പരിഹാരക്രിയ ചെയ്യേണ്ടത് പള്ളിയോട സേവാ സംഘവും ദേവസ്വം ഭാരവാഹികളും തന്ത്രിയും അടക്കമുള്ളവർ. സെപ്റ്റംബർ 14 അഷ്ടമിരോഹിണി വള്ളസദ്യ. ദേവസ്വം മന്ത്രിമാരായ VN വാസവൻ, P പ്രസാദ് എന്നിവരാണ് വിശിഷ്ടാതിഥികളായി ഉണ്ടായിരുന്നത്. ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് നിവേദ്യം നടക്കുന്നതിന് മുൻപ് വള്ളസദ്യ നടക്കുന്ന പന്തലിൽ കത്തിച്ച നിലവിളക്കിന് മുമ്പിൽ മന്ത്രി വാസവൻ സദ്യ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മന്ത്രിയും സംഘവും സദ്യ കഴിക്കാനിരുന്നു. മന്ത്രിക്കൊപ്പം CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ R അജയകുമാർ, ഓമല്ലൂർ ശങ്കരൻ തുടങ്ങിയവരും കഴിക്കാനിരുന്നു. മന്ത്രി P പ്രസാദ് അടുത്ത പന്തലിലാണ് സദ്യ കഴിച്ചത്. വാർത്ത ഇതാണ്: ആറന്മുളയിലെ ആചാരലംഘനത്തെക്കുറിച്ചുള്ള വാർത്ത. ഇത് അതിൻ്റെ അടുത്ത ദിവസം തന്നെ മാധ്യമങ്ങളിൽ വന്നതാണ്. ഇവിടെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ആചാരം ലംഘിച്ചതിനെ കുറിച്ചുള്ള ഈ സംഭവം. ഇപ്പോൾ ഇത് ഒരു വീഡിയോ ചെയ്യാൻ കാരണം VN വാസവൻ ഈഴവ സമുദായത്തിൽപ്പെട്ടയാളാണ്. തന്ത്രി ഈ രീതിയിലുള്ള പരിഹാരക്രിയ തീരുമാനിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജാതി പരിഗണിക്കണമായിരുന്നു. കാരണം ദേവസ്വം ബോർഡിൽ നമുക്കറിയാം, ശബരിമലയിലെ ഇപ്പോൾ വിവാദം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ശബരിമലയിലെ കിലോ കണക്കിന് സ്വർണം മോഷ്ടിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രിയായ VN വാസവനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പല കോണുകളിൽ നിന്നും ആരോപണം ഉയർന്നിരുന്നു. കാരണം ഒരു വകുപ്പിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിന് ഉത്തരവാദിത്വം മന്ത്രിക്കുണ്ട് എന്നുള്ളത് നമ്മൾക്കെല്ലാം അറിയാവുന്നതാണ്. കാരണം ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുടെ പിഴവാണ് ആ വകുപ്പിൽ ഇതേപോലുള്ള തോന്നിയവാസങ്ങൾ നടക്കാൻ കാരണം. അതിനാൽ ഇത് പറയാൻ കാരണം ഈ സംഭവം നടക്കുമ്പോൾ വാസവനല്ല മന്ത്രി എങ്കിലും ഇപ്പോൾ ഈ ആരോപണം ഉയർന്ന സമയത്ത് അതിനെക്കുറിച്ച് അന്വേഷണം നടത്താനോ കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കാനോ ഉള്ള ഒരു നടപടിക്കും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവൻ തയ്യാറായില്ല. ഇത് ഒരു ഹൈക്കോടതി നിയോഗിച്ച ഒരു ജഡ്ജി, അദ്ദേഹം ആണിത് കണ്ടെത്തി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾ വെളിച്ചത്ത് വരികയും കോടതിയാണ് നിയമ നടപടികളുമായി മുന്നോട്ട് ഇറങ്ങി തിരിച്ചതും. അതുവരെ മുഖ്യമന്ത്രിയാകട്ടെ വകുപ്പ് മന്ത്രിയാകട്ടെ ഈ സംഭവം അറിഞ്ഞിട്ടും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിക്കെതിരെ വിമർശനം ഉയരുക തന്നെ ചെയ്യും, ഉയരുകയും ചെയ്തു. അപ്പോഴേക്കും ഈഴവ സമുദായത്തിൻ്റെ ആചാര്യനായ വെള്ളാപ്പള്ളി നടേശൻ സടകുടഞ്ഞ് എഴുന്നേറ്റു. വാസവൻ ഈഴവനായതുകൊണ്ട് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ എന്താണ് അധികാരം? ആര് നിങ്ങൾക്ക് അധികാരം തന്നു വാസവനെ, ഒരു ഈഴവനായ മന്ത്രിയെ കുറ്റപ്പെടുത്താൻ എന്നുള്ള തരത്തിലാണ് അയാൾ പ്രതികരിച്ചത്. കാരണം എനിക്ക് തോന്നുന്നത് അയാൾ ഉദ്ദേശിക്കുന്ന ഇതായിരിക്കാം: ഞാൻ ഒരു ഈഴവരുടെ നേതാവായിട്ടിരിക്കുന്നിടത്തോളം കാലം ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾ മന്ത്രിയാകട്ടെ ഉദ്യോഗസ്ഥനാകട്ടെ എന്ത് തോന്നിയവാസം കാണിച്ചാലും അതിനെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ ഞാൻ അവരെ ഒന്നും വെറുതെ വിടില്ല എന്നായിരിക്കാം അയാൾ ഉദ്ദേശിച്ചത്. കാരണം അയാൾ SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് ആണല്ലോ, പ്രസിഡന്റ് അല്ല, ജനറൽ സെക്രട്ടറി ആണല്ലോ. ആ SNDP യോഗം ഭരിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മകൻ്റെ ഭാര്യാപിതാവ്, ഇവരെല്ലാം കൂടിയാണല്ലോ ഇത് ഭരണം നടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബകാര്യമാണിത്. അപ്പോൾ ഇതുപോലൊരു മന്ത്രിയായാലും ഞങ്ങൾ തീരുമാനിക്കുന്നതനുസരിച്ച് വേണം അവർക്കെതിരെ നടപടി ഉയരാൻ എന്നുള്ള തരത്തിലാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ഉണ്ടായത്. ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഒരു കൊലപാതകം ചെയ്താലും അവരെ അറസ്റ്റ് ചെയ്യാനോ അവർക്കെതിരെ കേസെടുക്കാനോ പാടില്ല എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഒരു മോഷണം നടത്തിയാൽ അത് ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ കേസെടുക്കാൻ പാടില്ല എന്നും അദ്ദേഹം ഉദ്ദേശിച്ചു കാണും. കാരണം ഇന്നെല്ലാം ജാതി അടിസ്ഥാനത്തിലാണല്ലോ നടക്കുന്നത്. ജാതീയമായി പിന്നോക്കം നിൽക്കുന്നവരോ അല്ലെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരോ എന്തു തോന്നിയവാസം കാണിച്ചാലും അതിനെ നമ്മൾ ചോദ്യം ചെയ്യാനും പാടില്ല, എതിർക്കാനും പാടില്ല. എതിർത്ത് കഴിഞ്ഞാൽ അവിടെ സംവരണ മേധാവിത്വം എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ് ഇപ്പോൾ വാസവൻ അവിടെ
ഭഗവാനെ നേദിക്കുന്നതിന് മുമ്പ് സദ്യ കഴിച്ചു. അത് ആചാരവിരുദ്ധമായതുകൊണ്ട് അവിടെ പരിഹാരക്രിയ ചെയ്യണം. ചേടാ, ഇതെന്തു പാട്? ഭഗവാനെക്കാട്ടി വലിയൊരാളാണ് ഞാനിരിക്കുമ്പോൾ ഞാൻ ഭരിക്കുന്ന സമുദായത്തിന്, ഞാൻ നേതാവായിരിക്കുന്ന സമുദായത്തിൽപ്പെട്ട ഒരു മന്ത്രി നേദ്യത്തിന് മുമ്പ് ആഹാരം കഴിച്ചാൽ, സദ്യ കഴിച്ചാൽ അത് എന്നോട് ചോദിച്ചിട്ട് വേണ്ടേ അതിന് പരിഹാരക്രിയ നടത്താൻ എന്ന് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ഇപ്പോൾ വന്നേക്കാം എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് ഇരിക്കപ്പുറത്തി കാണത്തില്ല. വാസവന് എതിരായിട്ടുള്ള ഒരു വിമർശനം കൂടിയാണല്ലോ ഇത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പി പ്രസാദും സദ്യ കഴിച്ചു. അദ്ദേഹം മന്ത്രിയാണ്, അദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രി, അദ്ദേഹം നായർ സമുദായമായതുകൊണ്ട് എന്തുകൊണ്ട് ഈ വാസവനെ ഒഴിവാക്കി പി പ്രസാദിനെ മാത്രം അതിനകത്തിൽ കുറ്റപ്പെടുത്തിയില്ല എന്നുള്ള സ്വാഭാവികമായിട്ട് ഒരു ന്യായമായ ചോദ്യം അദ്ദേഹം ഉന്നയിച്ചേക്കാം. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം പി പ്രസാദ് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ വെള്ളാപ്പള്ളിയുടെയും ദളിത് വിഭാഗത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു സവർണനാണ്. ആ സവർണൻ എതിരെ മാത്രം വിമർശനം ഉന്നയിക്കാതെ ഈഴവ സമുദായത്തിൽപ്പെട്ട വാസവനെ കൂടി വിമർശിച്ചാൽ അത് ശരിയായ നടപടിയല്ല. അങ്ങനെയുള്ളപ്പോൾ ഈ തന്ത്രിക്കെതിരെയാണ് ഇപ്പോൾ കേസെടുക്കേണ്ടത്. അതായത് പിന്നോക്കക്കാരനായ മന്ത്രിയെ ജാതീയമായി അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു പരിഹാര നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ തന്ത്രിക്കെതിരെ കേസെടുത്ത് തന്ത്രിയെ ഒന്നീ തൂക്കിക്കൊല്ലുകയോ അല്ലെങ്കിൽ ജീവപര്യന്തം തടവിനോ ഒക്കെ വിധിക്കുകയാണ് ശരിയായിട്ട് വേണ്ടത്. എങ്കിൽ മാത്രമേ ഇവിടെ ജാതീയമായ നീതിന്യായം പുലരുകയുള്ളൂ എന്ന് ഒരു പ്രസ്താവനയുമായി വെള്ളാപ്പള്ളി വരുന്നതും കാത്തിരിക്കുകയാണ് ഈ നാട്ടിലെ ഭക്തജനങ്ങൾ. നടേശ ഗുരുദേവൻ എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു പ്രസ്താവനയുമായിട്ട് രംഗത്ത് വരണമെന്നും പ്രാർത്ഥിക്കുകയാണ്. അതിന് ഒട്ടും കാലതാമസം വരുത്താനും പാടില്ല എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.